അപ്പൊ നിങ്ങളിപ്പോ ഒരു ദ്രോണാചാര്യാന്ന് ചോദിക്കുക. അപ്പൊ അപ്പൊ ഞാൻ പഞ്ചപാണ്ഡവരുടെ കുറച്ച് ക്വാളിറ്റീസ് പറയാം. ഇതിൽ ആരാ ചേരുക അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ എനിക്കറിയാൻ പാടില്ല. ഞാൻ പറയാം. ഇപ്പൊ യുധിഷ്ഠിരൻ എന്ന് വെച്ചാൽ ഭയങ്കര ആത്മാർത്ഥതയും സത്യസന്ധതയും ഉള്ള ആളാണ്. അങ്ങനെയാണെങ്കിൽ ടീമിൽ ആരായിരിക്കും അയാൾ? ആത്മാർത്ഥ സത്യത കാർത്തിയുടെ ക്യാരക്ടറായിരിക്കും. എന്താ അതെന്താ വെച്ചാൽ അവന് ഭയങ്കര എന്ത് കാര്യത്തിൽ ഞാൻ ക്യാരക്ടർ വൈസ് പറഞ്ഞു. അല്ല, ക്യാരക്ടർ വൈസ് ഭയങ്കര കോൺഫിഡന്റ് ഒക്കെ ഉള്ള, എന്തും ചെയ്യുന്നുള്ളൊരു. റിയൽ ലൈഫിലുള്ള ഇങ്ങനെ അത്ര വലിയ കോൺഫിഡന്റ് ഇല്ല. പക്ഷെ അടിപൊളിയാണ് സിനിമ ക്യാരക്ടർ വൈസ്. അവന്റെ പേഴ്സണൽ ക്യാരക്ടർ വൈസ് ഒക്കെ ഞാൻ അങ്ങനെ പറഞ്ഞു. അവന്റെ സിനിമത്തെ ക്യാരക്ടർ വൈസില് അവൻ അങ്ങനത്തെ ആത്മാർത്ഥതയും ഇതൊക്കെ ഉള്ളതാണ്. പക്ഷെ റിസൾട്ട് എന്താവുന്നുള്ളത് ഭീമന്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, ഫുഡിങ് ആണ് മെയിൻ. പക്ഷെ സ്ത്രീകൾക്ക് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നെഞ്ഞും വെച്ച് നിൽക്കും. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആരായിരിക്കും? ഫുഡിംഗ് ആണ് മെയിൻ. ആവശ്യമുണ്ടോ? അല്ല, ഫുള്ള് കേട്ടില്ല. ഫുഡിംഗ് ആണ് മെയിൻ. സ്ത്രീകൾക്ക് ഒരു പ്രശ്നം വെച്ചാൽ നെഞ്ഞും വിരിച്ച് നിൽക്കും. വേണമെങ്കിൽ തിരിച്ചു കൊടുക്കാം. ബേബിക്ക് കാർത്തിക്കും ഫുഡ്. പക്ഷെ ഫുഡ് എനിക്ക് തോന്നുന്നു ബേബി ആയിരിക്കും. ഫുഡ് അല്ലല്ല, സീരിയസ്ലി ഞാനത് ഒരു സ്ത്രീകൾക്ക് ഒരു പ്രശ്നം വെച്ചാൽ ഒന്നും നോക്കാനില്ല. എന്ത് ക്യാരക്ടറാണ് നീയല്ല സിനിമയുടെ അകത്ത് ഓവർ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇടി പിടിച്ചു കൂട്ടുന്ന ആളും അങ്ങനെയൊന്നുമില്ല. ഓവർ കോൺഫിഡന്റ് സ്ത്രീകൾക്കാണെങ്കിൽ എന്റെ ക്യാരക്ടറും പറയാട്ടോ. രക്ഷപ്പെട്ട ആള്. അടുത്തത് നകുലിനാണ്. നകുലൻ ഭയങ്കര ഡിപ്ലോമാറ്റ് ആയിട്ട്, അതായത് അവിടെ പറഞ്ഞങ്ങനെ കൺവിൻസിങ് സ്റ്റാറെ പോലെ. നകുലൻ ജോജോ അങ്ങനെ ഈ എല്ലാ 3 പെമ്പിളേരെ അങ്ങോട്ട് കാണിക്കുന്നുണ്ട്. അല്ല, 2 പെമ്പിളേരെ കാണിക്കുന്നത് പാട്ടിനടുത്ത്. 2 പേരും ഭയങ്കര ഈസി ആയിട്ട് കൺവിൻസ് ചെയ്യുന്നുണ്ട് പുള്ളിക്കാരൻ. അങ്ങനെ ഒരു സ്കില്ലുള്ള പെൺപിള്ളേരെ മാത്രമല്ല എല്ലാവരെയും ഡീൽ ചെയ്യാൻ ഒരു കഴിവുള്ള ഒരു ക്യാരക്ടറാണ് ജോജോയ്ക്ക്. അതിപ്പോ പ്രായത്തിന് മൂത്തവരുടെ അടുത്തും സമപ്രായക്കാരെയും എല്ലാവരെയും ഒരേപോലെ ഡീൽ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ജോജോന്റെ. സിനിമയിൽ തന്നെ പല സിറ്റുവേഷനിലും അങ്ങനത്തെ കുറെ സിറ്റുവേഷൻസ് ഉണ്ടാവും. പക്ഷെ അതിനൊക്കെ ഇവൻ അങ്ങനെ ഡീൽ ചെയ്യുന്നത്. ഇവൻ ഡീൽ ചെയ്തിട്ട് അങ്ങനെ ടീമിന്റെ അകത്തെ പ്രശ്നങ്ങള്. ഈ സഹദേവൻ ആരാ? അതായത് ലുക്കിൽ ഭയങ്കര ലുക്കിൽ ഭയങ്കര കോൺഫിഡൻസ് ഉള്ള ഒരാള്. ഷോന്റെ ക്യാരക്ടർ ഷോണ് വെക്കാം. ഗുരുവിനെ കാണാതെ ഗുരുവിനോട് അത്രയും ഗുരുഭക്തി മെയിൻ ആയിട്ടുള്ള ഒരാൾ. ഗുരുഭക്തി ഭയങ്കര. നിങ്ങളിപ്പോ കൊറേ ബോക്സിംഗ് പടം കണ്ടിട്ടുണ്ടാവുമല്ലോ, അതിൽ ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ട് നമുക്കത് പോയി ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, നമുക്ക് പറ്റില്ല എന്നാലും ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന പോലത്തെ ഒരു പടം ഉണ്ടായിട്ടുണ്ടോ ചെറുപ്പത്തിലോ ഇപ്പോഴും? അങ്ങനെ സൽമാൻ ഖാന്റെ സുൽത്താനോ, സുൽത്താനിലും പക്ഷെ ബോക്സിംഗ് അല്ലല്ലോ. ഗുസ്തി ഉണ്ട്. ശരി. ഒരു സ്പോർട്സ് അല്ല, അങ്ങനെ എന്താ അതെ, മൊത്തത്തില് അതെ എവിടെയെങ്കിലൊക്കെ ഒന്ന് തുടങ്ങി. മൊത്തത്തിലൊരു അവിടുന്ന് തുടങ്ങിക്കോ. ഡങ്കല് ദങ്കല് പറഞ്ഞു ഞാനും പറയല്ലേ. അല്ല, ഒരുപാട് സ്പോർട്സ് ഉണ്ടല്ലോ, ഒരു വെറൈറ്റി. 9 ഉണ്ടാവും. അല്ല, സെയിം ആണ് തോന്നിയത്. കുഴപ്പമില്ല, എന്നാ കുഴപ്പമില്ല പറഞ്ഞു. എനിക്ക് ജേഴ്സി ഭയങ്കര ഇഷ്ടമാണ്. ജേഴ്സിയിലെ ഏറ്റവും ഇഷ്ടമുള്ള സീൻ എന്താ? മറ്റേ റെയിൽവേ സ്റ്റേഷൻ സീൻ. നമുക്ക് അത്ര ഡീപ്രസന്റ് നമ്മൾ എപ്പോഴും ചെയ്യണമെന്ന് പക്ഷേ ഇതൊരു അവസരം കിട്ടിയിട്ടില്ല. ഈ പടം റിലീസായിട്ട് ട്രെയിനിന്റെ അവിടേക്ക് നേരെ ഓടുന്ന ഒരു ശിവനെ നമുക്ക് കാണാൻ പറ്റുമോ? സന്ദീപിന് അങ്ങനെ ഒരു ഇഷ്ടപ്പെട്ട പടം? ചക്ദേന്റെ ഇഷ്ടമാണ്. ബാഗ് മിൽക്ക ബാഗ് അതൊക്കെ ഇഷ്ടമുള്ളൂ. രണ്ടൊന്നും പറയില്ല. ഏതാ ഇഷ്ടപ്പെട്ട സീൻ? ലാസ്റ്റ് സത്ര
ഷാറൂഖ് ഖാൻ കരയത്തില്ലേ കൊടി വെക്കുമ്പോ ഓ നൈസ് നൈസ്. അത് നല്ല സീനാണ്. നസ്ലിം പറയൂ. എനിക്ക് മറ്റേ ചേങ്കുലിക്ക് മെയിൻകുലി എന്ന് പറഞ്ഞൊരു പടമില്ലേ, ഓർഡർ ചെയ്തൊക്കെ ഫുഡ് ഓർഡർ ശരി, അതൊരു അടിപൊളി പടമാണ്. നൈസ് അണ്ടർ റേറ്റഡ് പടം. ഏതാ അങ്ങനെ ഒരു സ്പോർട്സ് ജോണർ പടം? ബാഗ് മിൽക്ക ബാഗ് ആക്ച്വലി പറയാൻ പോയായിരുന്നു. അത് ഏതായാലും സ്പെസിഫിക് സീൻ? ഇല്ല, എനിക്ക് ആക്ച്വലി ആ ആളെ മിക്ക സിംഗ് എനിക്ക് ഭയങ്കര ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ അതായിരുന്നു ഈ ആ പടമായിരുന്നോ? എനിക്ക് ആളെ ആയിരുന്നു അറിയുന്നത്. ആളെ അറിയായിരുന്നു. ഞാൻ അത്ലറ്റിക്സിലേക്കായിരുന്നു കുറച്ച്. ഞാൻ ആസ് എ സ്പ്രിന്റർ. അപ്പോൾ ഭയങ്കര ഇൻസ്പയർ ചെയ്തിരുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ആ പടം ഭയങ്കര ലുക്കു പറയും. പിന്നെ എനിക്ക് ഞാൻ ഈ ബോക്സിംഗ് പരിപാടിയായിട്ട് ഞങ്ങൾ വന്നപ്പോൾ ഇങ്ങനെ ബോക്സിംഗ് റിലേറ്റഡ് സിനിമ കണ്ടിരുന്നു. $1 ബില്യൺ ബേബി ഭയങ്കര ഇഷ്ടമായ ഒരു സ്പെസിഫിക് സീൻ ഉണ്ടോ? മറ്റേ മോട്ടിവേഷൻ കൊടുക്കണം അങ്ങനെ? അവളുടെ ആ ആക്ട്രസിന്റെ ജേണി തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഏതങ്ങനെ ഒരു പടമുള്ള? എനിക്ക് റോക്കി 4 ഇഷ്ടപ്പെട്ട സീൻ ഒന്ന് പറയാമോ? അതില് അവന്റെ ഫ്രണ്ട് മരിച്ചിട്ട് അവന് വേണ്ടിട്ട് കാർത്തിക് പറയൂ. ബേബി ബേബി അല്ല കാർത്തിക് പറഞ്ഞോ. പറഞ്ഞോ. കാർത്തിക് പറഞ്ഞു. എനിക്ക് 1983 ഒരു സീൻ പറഞ്ഞു. ഇഷ്ടം നിവിൻപോളിക്ക് കിട്ടാത്തൊരു സാധനം മോനിങ്ങനെ ഇങ്ങനെ കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു മോട്ടിവേഷൻ. ലാസ്റ്റ് ഡിസ്ട്രിക്ട് സെലക്ഷൻ. ഓക്കെ, ബേബി പറയും. ഞാന് ആക്ച്വലി സ്പീഡ് പറയാനേ വന്നിരുന്നു, ഒരു കോമഡി പോലെ. പക്ഷെ 1983 പറഞ്ഞപ്പോ എനിക്ക് എന്റെ വാപ്പാനൊക്കെ ഓർമ്മ വന്ന് ഒരു പരിപാടി. കാരണം എന്റെ വാപ്പ എന്നെ ഒരു സ്പോർട്സ് മാൻ ആക്കാൻ, ഫുട്ബോളർ ആക്കാൻ കുറെ ശ്രമിച്ചിരുന്നു. ഈ നിവിൻ പോളിനെ പോലെ, അതായത് പാകില്ലെങ്കിലും ഉള്ളിടന്നൊക്കെ പരിപാടി ആക്കിയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട്. അപ്പോൾ അതാ തോന്നുന്നുണ്ട്. അച്ഛന് ഭയങ്കര ആഗ്രഹമായിരുന്നോ മോൻ ഫുട്ബോളറായിട്ട് കാണണം എന്നുള്ളത്? കോഴ്സ് മലപ്പുറം ഫുട്ബോൾ റഫറി ഒക്കെ. ലുക്മാൻ ഫുട്ബോളറാണ്. അങ്ങനത്തെ അടുത്ത വീട് അന്ന് ചെറുപ്പത്തിൽ അറിയണ്ടോ? ഇല്ല, നമ്മള് അല്ല അങ്ങനത്തെ കൈയൊഴിയല് കൈ പിടിക്കലൊന്നുമില്ല. രണ്ടാളിവിടെ വന്നിട്ട് കണ്ട് ശരിക്കും കൊച്ചിന്നാണ് പരിപാടിയാണ്. ഏറെ കൂടുതൽ നടക്കുന്ന ഈ സിനിമയിലൂടെയാണ്. എന്നാലും നിങ്ങളുടെ നാട്ടിലെ ഒരാൾ മെയിൻ ഒരു പോപ്പ് ഐക്കൺ കേരളത്തിൽ എന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എന്താ? എങ്ങനെയായിരുന്നു? ഒരുപാട് സന്തോഷമല്ലേ. എനിക്ക് തോന്നുന്നു ഡാബ്സിയും നമ്മുടെ അവിടെ തന്നെയാണ്. ഞങ്ങളിത് ഇനി പടം ഇറങ്ങുമ്പോ പാലഭിഷേകം ഒക്കെ നടക്കാൻ രണ്ടാൾക്കാരുടെയും ഫ്ലെക്സ് ഒരുമിച്ച് വെക്കണം. അതിനിപ്പോ തല്ലടന്നോണ്ട് ആ ഫ്രണ്ട് ഏരിയ ഫ്രണ്ട് ഏരിയയിൽ ഫ്ലെക്സ് ഇദ്ദേഹം വെക്കുന്നുണ്ട്. ഫ്രണ്ട് ഏരിയ കൂടെ ഫ്രണ്ട് ഏരിയയിൽ ഫ്ലെക്സ് തല്ലടന്നോണ്ടിരിക്കാ. അതാണ് ഇപ്പൊ വെക്കണേക്കാളും വലുത് ഞാൻ നിങ്ങൾ എത്ര അടി വെക്കുന്നത്? ഈ പാലഭിഷേകത്തിന്റെ മാത്രം കാര്യത്തില് തർക്കമുള്ളൂ. വേറെ കാര്യത്തിലൊക്കെ ഷെയർ ചെയ്തിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. പാലഭിഷേകത്തിനുള്ള പാലോ? പാലും അതിലൊക്കെ ചേർക്കാനുള്ള വെള്ളവും പരിപാടി കഴിഞ്ഞാൽ അതിലും വെള്ളം ചേർക്കുന്നുണ്ടോ? പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ കട്ടി കൂടും. അവളോട് ചോദിച്ചു നോക്കി ഏതാ പടം? ഞാൻ ബാമ്പു ബോയ്സ് ഒക്കെ പറഞ്ഞു കൊടുത്തു. ഒരു സ്പോർട്സ് പടം സ്പോർട്സിന് ബിഗിലാണ് പിന്നെ എനിക്ക് ഓർമ്മയിൽ ഫുട്ബോൾ ടീം അങ്ങനെ എനിക്ക് സ്പോർട്സ് അങ്ങനെ കാണാറില്ലാത്തതുകൊണ്ട് ഒഴിവാക്കുന്ന. സിംഗപ്പണ്ണയാണോ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്? അയ്യല്ല, പാട്ടൊന്നും ഇഷ്ടമല്ല, വേണ്ട. ഖാലിദ് റഹ്മാൻ മോട്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? നിങ്ങൾ ഒരു ദിവസം ഇങ്ങനെ തളർന്ന് ട്രെയിൻ ചെയ്ത് കിടക്കുന്നു, പിറ്റേ ദിവസം എഴുന്നേറ്റ് ഇത് ചെയ്യണമല്ലോ, നല്ല എങ്ങനെയാ അതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം. അതാ ഞാൻ പറഞ്ഞ പുച്ഛിക്കുന്നത് എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറയാം. നമ്മളുടെ ഈഗോ ഹേർട്ട് ആവുമല്ലോ. മാനസികമായിട്ട് ഒരു സെമി നെസ്ലിംഗ് ക്യാരക്ടർ അല്ല, ജോജോ ക്യാരക്ടർ ഉണ്ട് മൂവിയിൽ. ആളൊരു ഒരു മിശ്രിത ക്യാരക്ടർ ഉണ്ട് അല്ലേ അല്ലേ? ഒരു പല ഡയമെൻഷൻ ഉണ്ട് മൂവിയിൽ, പല ക്യാരക്ടേഴ്സിലായിട്ടും ആളുടെയും. മൊത്തത്തിലൊരു മൂവി മൊത്തം ഒരു സൗണ്ട്സ് ലൈക്ക് ഖാലിദ് റഹ്മാൻ, സൗണ്ട്സ് ലൈക്ക് ജിംഷി ഖാലിദ്.